നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എന്നാൽ അത്രയൊന്നും മെയിൻ സ്ട്രീം മീഡിയ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നേതാക്കൾ ഇപ്പോൾ പരസ്യമായി ഒരു കാര്യം സമ്മതിക്കുന്നു. എന്താണെന്നറിയാമോ? പാകിസ്ഥാനേക്കാൾ അമേരിക്കയ്ക്ക് ഗുണം അത് ചെയ്യുന്നത് എപ്പോഴും ഇന്ത്യ തന്നെയാണ്. വെറുതെ പറയുന്നതല്ല, കണക്കുകൾ നിരത്തിയാണ് അവർ ഇത് പറയുന്നത്. ഒരു വശത്ത് നിന്ന് ഇന്ത്യ അമേരിക്കയിൽ $40 ബില്യൺ, അതായത് ഏകദേശം 3.3 ലക്ഷം കോടി രൂപ നിക്ഷേപം നടത്തുമ്പോൾ, മറുവശത്ത് പാകിസ്ഥാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ട്രംപിനെ വ്യക്തിപരമായി സുഖിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബ ബിസിനസ്സിൽ പണം മുടക്കുകയാണ് അവർ. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്രമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് കാണിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്താണ് ഈ ട്രംപ് ഫാമിലി ഡീൽ? എന്തുകൊണ്ടാണ് ഇന്ത്യയെ സ്വിംഗ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിട്ടും അമേരിക്ക ഇന്ത്യയെ തൊടാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. അവസാനം വരെ കാണുക. കാരണം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ അഭിമാനമായിട്ടുള്ള ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് ആ വലിയ നമ്പറിലേക്ക് വരാം. $40 ബില്യൺ. അമേരിക്കയിലെ ഒരു പ്രമുഖ കോൺഗ്രസ്മാൻ റിച്ചാർഡ് മക്കോർമിക് ഈയിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലേക്ക് എന്ത് നിക്ഷേപമാണ് വരുന്നത്? സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. എന്നാൽ ഇന്ത്യയോ? കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നടത്തിയിട്ടുള്ളത് $40 ബില്യൺ നിക്ഷേപമാണ്. ഇത് വെറും കെട്ടുകഥയല്ല, വെറുതെ ബാങ്കിലിട്ടിരിക്കുന്ന പണവുമല്ല. ഇത് ടാഞ്ചബിൾ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഫാക്ടറികൾ, ഓഫീസുകൾ, റിസർച്ച് സെന്ററുകൾ എന്നിവയിൽ. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ചില പേരുകളുണ്ട്. ടാറ്റ ഗ്രൂപ്പ് ആൻഡ് TCS. അമേരിക്കയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളിൽ ഒന്നാണ് ഇന്ന് ടാറ്റ. ഇൻഫോസിസും വിപ്രോയും ടെക്നോളജി രംഗത്ത് അമേരിക്കൻ കമ്പനികൾക്ക് ബാക്ക് ബോണായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. മഹീന്ദ്രയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഓട്ടോമൊബൈൽ രംഗത്ത് അവരുടെ സാന്നിധ്യം വളരെ വലുത് തന്നെയാണ്. ഇവർ അമേരിക്കയിൽ എത്ര ജോലികൾ ഉണ്ടാക്കി നൽകുന്നുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏകദേശം 4.25 ലക്ഷം. അതെ, 4.25 ലക്ഷം തൊഴിലവസരങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അമേരിക്കക്കാർക്ക് ജോലി കൊടുക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ട്രംപിന്റെ മുദ്രാവാക്യം ശരിക്കും പറഞ്ഞാൽ എന്താണ്? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നല്ലേ? അല്ലെങ്കിൽ ജോബ്സ് ജോബ്സ് ജോബ്സ്. ആ ട്രംപിന് ഏറ്റവും ഇഷ്ടപ്പെടുക ആരായിരിക്കും? അമേരിക്കയിൽ ജോലി ഉണ്ടാക്കുന്ന ഇന്ത്യയെയാണോ? അതോ അമേരിക്കയോട് എപ്പോഴും സഹായം ചോദിച്ചു വരുന്ന പാകിസ്ഥാനോടാണോ? ഈ $40 ബില്യൺ പകുതിയും വരുന്നത് IT, ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ 2 മേഖലകളിൽ നിന്നാണ്. അതായത് അമേരിക്കയുടെ ആരോഗ്യവും ടെക്നോളജിയും ഇന്ത്യയുമായി എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതാണ് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ, അല്ലെങ്കിൽ ഹാർഡ് എക്കണോമിക് പവർ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നാണയത്തിന്റെ മറുപുറം നോക്കാം. പാകിസ്ഥാൻ എന്നത് എന്താണ് എന്നും അവരെന്താണ് ചെയ്യുന്നതെന്നും. അവർ അമേരിക്കൻ ഇക്കണോമിയിലേക്ക് സംഭാവന ചെയ്യാനായിട്ട് പാകിസ്ഥാന്റെ കയ്യിൽ പ്രത്യേകിച്ച് പണമൊന്നുമില്ല. അപ്പോൾ അവർ കണ്ടെത്തിയ പുതിയ വഴി എന്താണ്? രാജാവിനെ നേരിട്ട് സുഖിപ്പിക്കുക. ഈയിടെ വന്ന ഒരു വലിയ വാർത്തയുണ്ട്. 2026 ജനുവരിയിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു ക്രിപ്റ്റോ കറൻസി ഡീലിൽ ഒപ്പുവെച്ചു. ആരുമായിട്ടാണത്? വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന കമ്പനിയുമായിട്ടായിരുന്നു അത്. ആരുടേതാണ് ആ കമ്പനി? സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ മക്കളായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ജൂനിയറും എറിക് ട്രംപും നടത്തുന്ന കമ്പനിയാണത്. ഇതിന്റെ പേരിൽ അമേരിക്കയിൽ തന്നെ വലിയ വിവാദം നടക്കുന്നുണ്ട്. ഇതൊരു അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി പോലെയല്ലേ എന്നാണ് വിമർശകർ ചോദിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ സർക്കാർ
അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്വകാര്യ ബിസിനസ്സിൽ പണം മുടക്കുമ്പോൾ അത് പ്രസിഡന്റിനെ സ്വാധീനിക്കാനുള്ള ശ്രമമായിട്ടാണ് കാണുന്നത്. പാകിസ്ഥാൻ എന്താണ് ചിന്തിക്കുന്നത്? നമുക്ക് അമേരിക്കയിൽ ഫാക്ടറി തുടങ്ങാൻ പണമില്ല, പക്ഷേ ട്രംപിന്റെ മകന്റെ കമ്പനിയുമായി ഡീലുണ്ടാക്കിയാൽ ട്രംപ് നമ്മളെ സഹായിക്കും. ഇത് ഷോർട്ട് ടൈമിൽ ഒരുപക്ഷെ ഗുണം ചെയ്തേക്കാം. ട്രംപ് പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ എടുക്കാതിരിക്കാം. പക്ഷേ അമേരിക്കൻ പാർലമെന്റിലെ മറ്റ് അംഗങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയെ അനുകൂലിക്കുന്നവർ, ഇത് വെറുതെ നോക്കി നിൽക്കില്ല. അവർ ഇതിനെതിരെ ശക്തമായിട്ട് ചോദ്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. ഇന്ത്യ നിയമപരമായി ബിസിനസ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ വളർത്തുന്നുണ്ട്. പാകിസ്ഥാൻ പിൻവാതിലിലൂടെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇതാണ് അവരുടെ വാദം. ഇവിടെയാണ് നമ്മൾ ജിയോ പൊളിറ്റിക്സ് എന്ന വലിയ കളി മനസ്സിലാക്കേണ്ടത്. അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ചില കാര്യങ്ങളിൽ ദേഷ്യമുണ്ട്. ഉദാഹരണത്തിന്, റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നു. ഇറാനിലെ ചബഹാർ പോർട്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നു. സാധാരണഗതിയിൽ അമേരിക്ക വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ ഉപരോധം എന്തായാലും ഏർപ്പെടുത്തിയേനെ. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അവർ അത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്തത്? ഇവിടെയാണ് സ്വിംഗ് സ്റ്റേറ്റ് എന്ന വാക്ക് പ്രസക്തമാകുന്നത്. നവംബർ 2025 ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞതുപോലെ, ഇന്ത്യ ഇന്ന് ലോകത്തിലെ അൾട്ടിമേറ്റ് സ്വിംഗ് സ്റ്റേറ്റ് ആണ്. അതായത് ആഗോള ശക്തികളുടെ സന്തുലിതാവസ്ഥ തീരുമാനിക്കുന്നത് ഇന്ത്യ ആരുടെ കൂടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്ന് തന്നെ. അമേരിക്കയ്ക്ക് ചൈനയെ നേരിടണം, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഏഷ്യയിൽ ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യയല്ലാതെ മറ്റൊരു ശക്തിയുമില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കോൺഗ്രസ്മാൻ മക്കോർമിക് പരസ്യമായിട്ട് പറഞ്ഞു, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷേ മോദിജി അത് ചെയ്യുന്നത് ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടി. അത് ഞങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുന്നു. നോക്കൂ, അമേരിക്കൻ നേതാക്കൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നു മോദിജിയുടെ ഇന്ത്യ ഫസ്റ്റ് പോളിസി. അവർക്കറിയാം, ഇന്ത്യയെ പിണക്കിയാൽ ഇന്ത്യ ചൈനയുടെയോ റഷ്യയുടെയോ പക്ഷത്തേക്ക് കൂടുതൽ അടുത്തേക്കാം. അത് അമേരിക്കയ്ക്ക് ഒരിക്കലും താങ്ങാനാവുന്ന കാര്യമല്ല. അതുകൊണ്ട് ചെറിയ പിണക്കങ്ങൾ അവർ സഹിക്കുക തന്നെ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പാകിസ്ഥാൻ കളിക്കുന്നത് ഒരു വ്യക്തിപരമായ കളി തന്നെയാണ്. ട്രംപിനെ സുഖിപ്പിച്ച് കാര്യങ്ങൾ നേടുക. എന്നാൽ ട്രംപ് മാറി വേറൊരു പ്രസിഡന്റ് വന്നാൽ ഈ ബന്ധം തീർച്ചയായിട്ടും തകരും. പക്ഷേ ഇന്ത്യ കളിക്കുന്നത് സ്ഥാപനപരമായി തന്നെയാണ്. അതായത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാറുക, ഇവിടെ തൊഴിലുണ്ടാക്കുക, അവരുടെ വിപണി നിയന്ത്രിക്കുക. അത് ആര് പ്രസിഡന്റ് ആയാലും ശരി, ട്രംപ് ആയാലും ബൈഡൻ ആയാലും ആര് വന്നാലും അപ്പോൾ പിന്നെ ഇന്ത്യയെ മാറ്റി നിർത്താൻ കഴിയില്ല. $40 ബില്യൺ നിക്ഷേപവും 4 ലക്ഷത്തിലധികം ജോലികളും അമേരിക്കയിൽ നൽകുന്ന ഒരു രാജ്യത്തെ എങ്ങനെയാണ് അവർക്ക് തിരിച്ചടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പിണങ്ങാൻ പറ്റുക? ഒപ്പം സ്വിംഗ് സ്റ്റേറ്റ് എന്ന പവറും കൂടി ഇന്ത്യക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ലോകം മാറുകയാണ്. പണ്ട് സഹായത്തിന് വേണ്ടി കൈനീട്ടിയിരുന്ന ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ന് കിങ് മേക്കറാണ് ഇന്ത്യ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പാകിസ്ഥാന്റെ ഈ ഷോർട്ട് കട്ട് വിജയിക്കുമോ, അതോ ഇന്ത്യയുടെ ഈ ലോങ് ടൈം നിക്ഷേപമാണോ ശരിയായ വഴി? കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ജിയോ പൊളിറ്റിക്കൽ അനാലിസിസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.